വിജ്ഞാനത്തിൻ്റെ വിശാലമായ പ്രപഞ്ചത്തിൽ നിന്ന് അല്പം മാത്രം നൽകപ്പെട്ടവരാണ് മനുഷ്യർ. വിജ്ഞാനം പരന്നു കിടക്കുകയാണ്. അതിനാണെങ്കിലോ ബാഹ്യമായ ജ്ഞാനവുമുണ്ട്, ആന്തരികമായ ജ്ഞാനവുമുണ്ട്. മനുഷ്യന് പൊതുവെ അറിയൽ ബാഹ്യമായ ജ്ഞാനം മാത്രമാണ്. ആന്തരികമായ ജ്ഞാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന അറിവാണ്. വലാ യഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അവൻ ഉദ്ദേശിച്ചതിൽ നിന്ന് ഒരല്പം മാത്രമാണ് മനുഷ്യന് വിജ്ഞാന സാഗരത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കുറഞ്ഞ വിജ്ഞാനമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നും നമ്മളെക്കാൾ അറിവുള്ളവർ ലോകത്തുണ്ട് എന്നുള്ളതും അള്ളാഹു നമ്മെ ഇടയ്ക്കിടങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ജ്ഞാനമെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനം ബാഹ്യമായ ജ്ഞാനമല്ല, ആന്തരികമായ ജ്ഞാനമാണ് എന്ന് നമ്മൾ അറിയിച്ചു തരുന്നതിന് വേണ്ടി സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 60-ാമത്തെ ആയത്ത് മുതൽ 82-ാമത്തെ ആയത്ത് വരെയുള്ള 22 ആയത്തുകളിൽ വിശാലമായ ഒരു ചരിത്ര സംഭവം വിശദീകരിച്ചു തരുന്നുണ്ട്. നമുക്കറിയാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായേലുകളിലേക്ക് നിയോഗിതനായ പ്രവാചകനാണ്. അവരെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, ഫഹൽ അലാ വജ്ഹിൽ അർളി അഹദുൻ അഅലമു മിൻക യാ നബിയല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കളെക്കാളും അറിവുള്ള ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ഇല്ല എന്നുള്ള മറുപടിയാണ്. ഒരിക്കലും ഇല്ല എന്നങ്ങനെ പറയാൻ പാടില്ലായിരുന്നു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അത് അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറയുകയായിരുന്നു വേണ്ടത്. ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് വഹയിന്റെ സന്ദേശം തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലായിരിക്കാം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആശയം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക, അഹന്ത നടിച്ചത് കൊണ്ടല്ല. പക്ഷേ ഉടനെ വഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, അല്ല മൂസ, നിന്നെക്കാളും ജ്ഞാനമുള്ള നിന്റെ സമകാലികനായ ഒരാൾ ഞാൻ കാണിച്ചു തരാം. ഉടനെ വിനയാന്വിതനായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, എവിടെയാണ് അല്ലാഹ്? അദ്ദേഹത്തെ എനിക്കൊന്ന് പിൻപറ്റണമല്ലോ. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മജ്മഉൽ ബഹ്റൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിനക്ക് അവരെ കാണാൻ കഴിയുന്നതാണ്. റബ്ബെ, എങ്ങനെയാണ് അങ്ങോട്ട് പോവുക? എങ്ങനെയാണ് സ്ഥലം കണ്ടെത്തുക? അള്ളാഹു പറയുന്നു, ഒരു ചത്ത മത്സ്യത്തെ ഒരു കൊട്ടയിലാക്കി നീ യാത്ര പുറപ്പെടുക എന്ന്. അങ്ങനെ ഒരു ചത്ത മത്സ്യത്തെയും ഒരു കൊട്ടയിലാക്കിക്കൊണ്ട് കൂട്ടിനായി യൂശാ ഇബ്നു നൂൻ അലൈഹിസ്സലാത്തു വസ്സലാം. യൂശാ ഇബ്നു നൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമകാലികനാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ബനൂ ഇസ്രായേലുകളെ ഫലസ്തീനിലേക്ക് എത്തിച്ച് ഫലസ്തീൻ ഫതഹാക്കിയ പ്രവാചകനാണ് യൂശാ ഇബ്നു നൂൻ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് കഴിഞ്ഞ ജുമായിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ യൂശാ നബിയുമായിട്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പുറപ്പെടുകയാണ്, തന്നെക്കാൾ ജ്ഞാനമുള്ള ആളെ കാണാൻ വേണ്ടി. ആ സംഭവമാണ് സൂറത്തുൽ കഹ്ഫിൽ 60-ാമത്തെ ആയത്തിൽ ഇങ്ങനെ തുടങ്ങുന്നത്, وَقَالَ مُوسَى لِفَتَاهُ لَا أَبْرَحُ حَتَّى أَبْلُغَ مَجْمَعَ الْبَحْرَيْنِ أَوْ أَمْضِيَ حُقُبًا. وَإِذْ قَالَ مُوسَى لِفَتَاهُ, തന്റെ കൂടെയുള്ള യുവാവിനോട്, ബാല്യക്കാരനോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. കൂടെയുള്ളത് മറ്റാരുമല്ല, യൂശാ ഇബ്നു നൂൻ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എന്താ പറഞ്ഞത്? ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ. മജ്മഉൽ ബഹ്റൈനിൽ എത്തുന്നത് വരെ നമ്മളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഔ അംളിയ ഹുഖുബ, അതല്ലെങ്കിൽ ദീർഘകാലം സഞ്ചരിക്കുന്നത് വരെ. എവിടെ വെച്ചാണോ എന്നേക്കാൾ ജ്ഞാനിയായി എനിക്കറിയിച്ചു തന്ന
ആ വ്യക്തിത്വമുള്ളത് അവിടം എത്തുന്നത് വരെ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് തന്റെ കൂടെയുള്ള യൂഷ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. എവിടെയാണ് ഈ മജ്മഉൽ ബഹ്റൈൻ? ഇന്ന് പൊതുവെ മുഫസ്സിറുകൾ പറയുന്നത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എങ്കിലും അത് ചെങ്കടലിന്റെ ശാഖയായ അഖബ ഉൾക്കടലും സൂയസ് കനാൽ ഉൾക്കടലും കൂടിച്ചേരുന്ന സ്ഥലമായ ഐല എന്ന് പറയുന്ന സ്ഥലമാണ്. ആ സ്ഥലം എന്നുള്ളതാണ് ഭൂമിശാസ്ത്രപരമായി പല മുഫസ്സിറുകളും പല അഭിപ്രായങ്ങൾ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് കൂടുതൽ സ്വീകാര്യമായ ഒരു അഭിപ്രായമായിട്ട് തോന്നുന്നത് ഐല എന്ന് പറയുന്ന സ്ഥലമാണ്. അഥവാ അഖബ ഉൾക്കടലും സൂയസ് ഉൾക്കടലും തമ്മിൽ ചേരുന്ന സ്ഥലമാണ്. അത് രണ്ടിന്റെയും ഇടയിലായിരുന്നു ഈ സീനാ പർവ്വത നിരകളെന്ന് നമുക്ക് ഭൂപടം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ സ്ഥലം ഏതാവട്ടെ അങ്ങോട്ടുള്ള യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ യാത്ര പോകവേ യാത്ര പോകുന്നതിന്റെ ഇടയിൽ അവർക്ക് വിശ്രമിക്കാൻ വേണ്ടി അവരൊരു പാറക്കെട്ടിനടുത്തുള്ള ഒരു സ്ഥലത്ത് അല്പനേരം വിശ്രമിക്കുകയാണ് രണ്ടുപേരും കൂടി. ഈ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറങ്ങിപ്പോയി. മൂസാ നബി ഉറങ്ങുന്ന ഈ സമയത്ത് ഈ കൊട്ടയിലുള്ള ഈ ചത്ത മത്സ്യം കൊട്ടയിൽ നിന്ന് സമുദ്രത്തിലേക്ക് ചാടി. ഇത് യൂഷ ഇബ്നു നൂൻ അലൈഹി സ്വലാത്തു വസ്സലാം കാണുന്നുണ്ട്. പക്ഷേ യൂഷ നബി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉണർത്തിയില്ല. കാരണം അദബുകേടാണെന്ന് മനസ്സിലാക്കി ഉണർന്നതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചു. മത്സ്യം എവിടെ നിന്ന് നഷ്ടപ്പെടുന്നുവോ അവിടെയായിരിക്കും എൻ്റെ അടിമയായ ഈ അടിമ ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതല്ലേ. പക്ഷേ അവരവിടുന്ന് ആ സമുദ്രത്തിലേക്ക് മത്സ്യം ചാടിയെടുത്ത് വലിയൊരു തുരങ്കം പോലെ ഒരവസ്ഥയുണ്ടായി. അതൊക്കെ അത്ഭുതകരമായ സംഭവങ്ങളാണ്. പക്ഷേ ഈ സംഭവം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എഴുന്നേറ്റപ്പോൾ പറയാൻ മറന്നുപോയി. അവർ രണ്ടുപേരും വീണ്ടും യാത്ര തുടരുന്നു. ഒരല്പദൂരം അവരങ്ങോട്ട് മുന്നോട്ട് പോയപ്പം ഖാലലി ഫതാഹു മൂസാ നബി തന്റെ ഫത്തയോട് പറഞ്ഞു, യൂസുഫിനോട് പറഞ്ഞു, പ്രാതൽ കൊണ്ടുവരിക, വിശക്കുന്നുണ്ട്. ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബ, യാത്രയിൽ വല്ലാത്ത ക്ഷീണം അനുഭവിക്കുന്നു, പ്രാതൽ കൊണ്ടുവരൂ, ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നു പറയാം. ആ സമയത്ത് ആണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മീനും മത്സ്യം നഷ്ടപ്പെട്ടത് ഓർമ്മ വന്നത്. അപ്പൊ പറഞ്ഞു, ഖാല അറഅയ്ത, താങ്കൾ കണ്ടില്ലയോ, ഇദാ വൈനാ ഇലസ്സഖ്റ, നമ്മൾ ആ പാറക്കല്ലിന്റെ അടുത്ത് വിശ്രമിക്കാൻ വേണ്ടിയിരുന്നപ്പം ആ മീന് നഷ്ടപ്പെട്ട കാര്യം താങ്കളോട് പറയാൻ ഞാൻ മറന്നുപോയി. താങ്കളോടത് പറയാൻ എന്നെ മറപ്പിച്ചത് പിശാചാണ് എന്ന് തന്റെ അടുക്കൽ സംഭവിച്ച ആ വീഴ്ച കുറ്റബോധത്തോടു കൂടി മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയോട് പറയാണ്, ആ മീന് പോയയിടത്ത് അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അഥവാ തുരങ്കം ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. ഉടനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം അതാണ്. അതുകൊണ്ട് ഫർതദ്ദ, രണ്ടാളും അലാ ആസാരിഹിമാ ഖസസ, കാൽപ്പാട് നോക്കി വന്നിടത്തേക്ക് തന്നെ മടങ്ങിയപ്പോൾ ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. ഫവജദ, രണ്ടുപേരും കണ്ടെത്തി, അബ്ദൻ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽപ്പെട്ട അടിമയെ അവർ രണ്ടുപേരും കണ്ടെത്തുകയാണ്. ഇത് അല്ലാഹു പറയുകയാണ്. രണ്ടുപേരും തിരിച്ചു പോയപ്പം നമ്മുടെ അടിമകളിൽപ്പെട്ട ആ അടിമയെ അവരവിടെ വെച്ച് കണ്ടുമുട്ടി. എങ്ങനെയുള്ള അടിമ? അതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ,
നമ്മളിൽ നിന്നുള്ള കാരുണ്യം നൽകിയ, നമ്മളിൽ നിന്ന് പ്രത്യേകമായ ജ്ഞാനം നൽകിയ ആ അടിമയെ അവരവിടെ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയാണ്. ഏതാണ് ഈ അടിമ? ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് പേര് ഖുർആൻ പറഞ്ഞിട്ടില്ല. പക്ഷേ മുഫസ്സിറുകളിൽ മഹാഭൂരിപക്ഷവും മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട് അത് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അപ്പൊ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം ആരാണ്? അത് ഒരു പ്രവാചകനാണ് എന്നുള്ളതാണ് മഹാഭൂരിപക്ഷ മുഫസ്സിറുകളുടെയും അഭിപ്രായം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ കേട്ടോ. ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കാലഘട്ടത്തിൽ തന്നെ സമകാലികരായിട്ട് ഇപ്പൊ എത്ര പ്രവാചകന്മാരെ നമ്മൾ പരിചയപ്പെട്ടു? ഒന്ന്, മൂസാ നബിയുടെ കൂടെ ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് പോയ പ്രവാചകന്റെ പേരെന്താ? ഹാറൂൻ നബി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജ്യേഷ്ഠൻ പ്രവാചകൻ. പിന്നെ ഈ യൂശോ നബി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ഫലസ്തീൻ ഫത്ഹാക്കിയ, ജയിച്ചടക്കിയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ യാത്ര ചെയ്യുന്ന യൂശോ നബി. ഇപ്പോൾ നാലാമതൊരു പ്രവാചകനെ കൂടി കണ്ടു. ആരെ? ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ ആദ്യത്തെ മൂന്ന് പ്രവാചകന്മാരും റസൂലാണ്. ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്. എന്താണ് റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം? റസൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു വഹയ്യ് നൽകുകയും ജനങ്ങളിലേക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന പ്രവാചകന് റസൂൽ എന്ന് പറയുന്നു. തബ്ലീഗ് അഥവാ എത്തിച്ചു കൊടുക്കൽ, പ്രബോധനം, അത് ബാധ്യതയില്ലാത്ത അള്ളാഹുവിൽ നിന്ന് വഹയ്യ് ലഭിക്കുന്ന ആളുകൾക്ക് നബി എന്ന് പറയുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ റസൂലും നബിയായിരിക്കും, എല്ലാ നബിയും റസൂലായിരിക്കുകയില്ല. എല്ലാ റസൂലും നബിയായിരിക്കും, കാരണം വഹയ്യ് കിട്ടും, റിസാലത്തും ഉണ്ട്. എന്നാൽ എല്ലാ നബിയും റസൂലായിക്കൊള്ളുന്നില്ല, കാരണം നബി നുബുവത്തെ ഉണ്ടാവുള്ളൂ, റിസാലത്ത് ഉണ്ടാവില്ല. അപ്പോ ഒരേ സമയത്ത് 4 പ്രവാചകന്മാരിങ്ങനെ സമകാലികരായിട്ട് ഇങ്ങനെ കണ്ടുപിട്ടുന്നു അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഖുർആനിലൂടെ ഇങ്ങനെ ഓടുന്ന സമയത്ത് നമുക്ക് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കും. ഒരേ സമയത്ത് തന്നെ ചില നാടുകളിലേക്ക് 4, 3, 2 ഒക്കെ പ്രവാചകന്മാർ വരാറുണ്ട്. ഏതായാലും അവിടെ ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുകയാണ് ഇവര്. അപ്പോൾ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാ? എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത പറഞ്ഞത് ഖുർആൻ? എന്നിൽ നിന്ന് പ്രത്യേകമായ കരുണ നൽകിയിട്ടുള്ള, പ്രത്യേകമായ അള്ളാഹുവിൽ നിന്നുള്ള ലദുന്നിയായ അള്ളാഹുവിൽ നിന്നുള്ള ജ്ഞാനം, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ അറിവ്, ബാഹ്യമായ അറിവല്ല, ആന്തരികമായ റബ്ബിൽ നിന്ന് തന്നെ പ്രത്യേകമായ അറിവ് കൊടുത്തിട്ടുള്ള പ്രവാചകൻ. അപ്പോ ഈ ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്ന് സലാം ചൊല്ലിയപ്പോ ആരാപ്പോ ഇവിടെ നിന്ന് ഇന്നാട്ടിൽ സലാം പറയാൻ ആരാന്ന് ചോദിച്ചു. അപ്പൊ ഇത് ഞാൻ മൂസയാണ്. ഏത് മൂസ? ബനൂ ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട മൂസയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. മൂസാ നബി അദ്ദേഹത്തോട് പറയുകയാണ്, താങ്കൾക്ക് നൽകപ്പെട്ട സാൻമാർഗിക ജ്ഞാനത്തെ അനുധാവനം ചെയ്യാൻ എനിക്ക് പഠിപ്പിച്ചു തരാൻ താങ്കൾക്ക് സാധ്യമാണോ? താങ്കളെ ഞാൻ പിൻപറ്റട്ടെയോ? അലാൻ തുഅല്ലിമനി, താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരാൻ സാൻമാർഗമായ ജ്ഞാനത്തിൽ നിന്ന് താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ട റബ്ബിൽ നിന്ന് പ്രത്യേകമായി ലഭിച്ച ആ അറിവ് എനിക്കും പഠിപ്പിച്ചു തരാൻ വേണ്ടി താങ്കളെ ഞാൻ അനുധാവനം ചെയ്യട്ടെയോ? താങ്കളുടെ ശിഷ്യത്വം ഞാൻ സ്വീകരിക്കട്ടെയോ? താങ്കൾ എന്റെ ഉസ്താദാകുമെന്ന് ചോദിക്കുന്നത്. ഒരു ഗുരുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു ശിഷ്യൻ ആവശ്യപ്പെടുകയാണ്. ആരാണ് ഈ ഗുരു? ഈ ഗുരു ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനാണ്. ഖിദ്ർ നബിക്കോ മൂസാ നബിക്കോ സ്ഥാനം കൂടുതൽ. ഇവിടെ ഖിദ്ർ നബി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉസ്താദാവുകയാണ്. പക്ഷേ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ സ്ഥാനം ആർക്കാ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. കാരണം എന്താ? എണ്ണപ്പെട്ട 5 ഉലുൽ അസ്മുകൾ. ആരാ ഉലുൽ അസ്മുകൾ? പ്രവാചകന്മാർ നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹിമുസ്സലാം. ഈ 5 പ്രവാചകന്മാർ ഉലുൽ അസ്മുകളിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകന്മാരാണ്. ആ 5-ൽ തന്നെ ഏറ്റവും മഹത്തായ ഔന്നത്യമുള്ളത് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമാണ്. ആ പ്രവാചകന്റെ സ്ഥാനമൊന്നും ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമിനില്ല. മാത്രമല്ല റസൂൽ പോലും അല്ല, നബിയാണ്. പക്ഷേ ഗുരുനാഥനായി ഉസ്താദിയത്ത് സ്വീകരിക്കുമ്പോൾ ശിഷ്യന്മാർ വിനയാന്വിതരായി കീഴ്പ്പെട്ട് റിക്വസ്റ്റ് നടത്തണം, അപേക്ഷിക്കണം. പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ. ഉസ്താദിനെ ബഹുമാനിക്കണം. അത് എത്ര താഴെയുള്ളവനാണെങ്കിലും ശരി, അറിവ് തന്നെക്കാളും താഴെയുള്ള ആളുടെ അടുക്കലാണെങ്കിലും വിനയം മുഖമുദ്രയാക്കി പോയിട്ട്
ആ അറിവ് സ്വീകരിക്കണം. അവരെന്നെക്കാളും ചെറിയവരാണല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇബ്ലീസിയൻ സ്വഭാവമാണ്. അറിവ് തന്നെക്കാളും കുറഞ്ഞ ആളെടുക്കലാണുള്ളതെങ്കിൽ അവിടെ പോയി ആ അറിവ് വിനയത്തോടു കൂടി പഠിക്കണം. ഇന്ന് ഗുരുശിഷ്യ ബന്ധത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിനയമാണ് അല്ലേ? സാറന്മാരെ നെഞ്ചത്താണ് കുട്ടികളുടെ കാല്. സാറന്മാരെക്കാളും മേലെയാണ് കുട്ടികളൊക്കെ. ഏതായാലും പോട്ടെ, അത് വിഷയമല്ല. ഏതായാലും ആ അദബ് പഠിപ്പിക്കുകയാണ്. താങ്കൾക്ക് അല്ലാഹു നൽകിയ വിജ്ഞാനത്തിൽ നിന്ന് താങ്കൾ എന്നെ പഠിപ്പിച്ചു തരുമോ? ഞാൻ ആ പാത താങ്കളെ ഒന്ന് പിൻപറ്റട്ടെയോ? അല്ല എന്നോട് പറഞ്ഞിട്ട് താങ്കളെ തേടി പിടിച്ചാണ് താങ്കളിൽ നിന്ന് വിവരം കിട്ടാൻ വേണ്ടി, അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നെ പഠിപ്പിച്ചു തരുമെന്നല്ല ആ ഭാഷ്യമല്ല സ്വീകരിച്ചത്. അല്ല പറഞ്ഞിട്ടാണല്ലോ പോണത്. അവിടെയും വിനയാന്വിതനായി ചോദിക്കുകയാണ്. അപ്പോൾ എന്താ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി, ഖാല ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റാ, എന്റെ കൂടെ ക്ഷമാശീലനായി തന്നെ അനുധാവനം ചെയ്യാൻ താങ്കൾക്ക് സാധ്യമല്ല. പഠിക്കാൻ ക്ഷമ വേണം. എന്റെ അടുക്കലുള്ള ആന്തരികമായ ജ്ഞാനം അറിയുവാൻ, അത് ഉൾക്കൊള്ളുവാനുമുള്ള ക്ഷമ താങ്കൾക്കില്ല. അതുകൊണ്ട് താങ്കൾക്ക് അതിന് കഴിയുമോ? കഴിയുകയില്ല. താങ്കൾക്ക് സൂക്ഷ്മജ്ഞാനം നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിൽ താങ്കൾക്ക് എങ്ങനെയാണ് ക്ഷമ അവലംബിക്കാൻ സാധിക്കുക എന്ന് ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയോട് പറയുകയാണ്. ഖാല, മൂസാ നബിയുടെ മറുപടി എന്താണ്? സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറാ വലാ അസീ ലക അംറാ. പ്രിയ ഗുരുനാഥ, താങ്കൾ അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ക്ഷമാലുവായിട്ട് താങ്കൾക്ക് എന്നെ കാണാൻ കഴിയുന്നതാണ്. വലാ അസീ ലക അംറാ, താങ്കളുടെ കൽപ്പനക്കൊരിക്കലും ഞാൻ എതിര് പ്രവർത്തിക്കുകയില്ല. ഒരു ഗുരുനാഥനോട് ഒരു വിദ്യാർത്ഥികൾക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ മര്യാദയും സ്വഭാവവും താങ്കളുടെ കൽപ്പന ഞാൻ ധിക്കരിക്കില്ല എന്നുള്ളതാണ്. ഗുരുനാഥൻ എന്ത് കൽപ്പിക്കുന്നുവോ, ടീച്ചർ എന്ത് പറയുന്നുവോ അതനുസരിക്കുവാൻ സ്റ്റുഡന്റ് തയ്യാറായിരിക്കണം. ആ മാനസികാവസ്ഥ ഉണ്ടെങ്കിലേ വിജ്ഞാനം കിട്ടുള്ളൂ, ആ വിജ്ഞാനം നാഫിയാവുള്ളൂ, ആ വിജ്ഞാനം ഉപകാരപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ വെള്ളത്തിൽ എഴുതിയതുപോലെ നിഷ്പ്രഭമായി, നിഷ്ഫലമായി, ഉപകാരപ്രദമല്ലാതെയായിട്ട് മാറിപ്പോകുന്നതാണ്. ഏതായാലും അങ്ങനെ ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ വലാ അസീ ലക അംറ. ഖാല, അപ്പോൾ ഒരു ഡിമാൻഡ് ഉസ്താദ് വെക്കുകയാണ്. ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഡിമാൻഡ് വെക്കുകയാണ്. ഖാല ഫഇൻ ഇത്തബഅതനി, താങ്കൾ എന്നെ പിൻപറ്റുകയാണെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്, ഒരു നിബന്ധനയുണ്ട്. ഫലാ തസ്അൽനി അൻ ഷൈഇൻ ഹത്താ ഉഹദിത ലക മിൻഹു ദിക്റാ, ഞാൻ സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ അതിന്റെ നറേഷൻ, അതിന്റെ വിശദീകരണം തരുന്നത് വരെ താങ്കൾ എന്നോട് ഒരു കാര്യത്തെ സംബന്ധിച്ചും ചോദിക്കാൻ പാടില്ല. ഇനി പറയാൻ പോകുന്നത് പ്രായോഗികമായ ജ്ഞാനങ്ങളാണ്, വാചികമായ അറിവല്ല. ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തരം അറിവാണ്, സൈക്കോളജിക്കൽ കൂടിയാണത്. ആ അറിവാണ് പറയാൻ പോണത്. അപ്പൊ പറയുന്നതാ, താങ്കൾ ഒരിക്കലും എന്നെ പിൻപറ്റുന്നുവെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. എന്ത് സംഭവിച്ചാലും അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന ചോദ്യം വരാനേ പാടില്ല. ഞാൻ അത് വിശദീകരിച്ചു തരും പിന്നീട്. അതുവരെ സ്വബറോട്, ക്ഷമയോടുകൂടി, അതാണ് സ്വബറൻ എന്നൊക്കെ പറഞ്ഞത്, ക്ഷമയോടുകൂടി എന്നെ പിൻപറ്റാൻ തയ്യാറാകണമെന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ യാത്ര പുറപ്പെടുന്നതിനിടയിൽ സമുദ്രതീരത്തു കൂടിയാണ് അവരെ യാത്ര കേട്ടോ. ആ തീരത്തു കൂടി യാത്ര പോകുമ്പോണ്ട് ഒരു കപ്പൽ വരുന്നു. കപ്പൽ കൈകാട്ടി വിളിച്ചു. കപ്പലടുത്തേക്ക് വന്നു. കപ്പലിൽ കയറി. ചുരുക്കാം, കപ്പലിൽ കയറിയപ്പോ നല്ല പുതിയ കപ്പലാണ്. ആ കപ്പൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൗജന്യമായി ഖിദറിനെ അവർക്ക് പരിചയമുണ്ട്. ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ യാത്ര പുറപ്പെടുന്ന സമയത്ത് ആ കപ്പല് കേടുവരുത്തിയിട്ട് ഒരു ദ്വാരം ഉണ്ടാക്കിയത്. സമുദ്രത്തിലൂടെ ഓടുന്ന കപ്പലിൽ ദ്വാരമുണ്ടാത്ത കാല. ആ സമയത്ത് നിബന്ധനകളെല്ലാം മറന്നുകൊണ്ട് മൂസ ചോദിച്ചു. പെട്ടെന്ന് പ്രതികരണ സ്വഭാവമുള്ള മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അഖറഖ്തഹാ ലിതുഗ്രിഖ അഹ്ലഹാ ലഖദ് ജിത ശൈഅൻ നിമ്മാ. എന്തൊരു പണിയാണ്! ഈ കപ്പലിലുള്ളവരെല്ലാം നീ വെള്ളത്തിൽ മുക്കാൻ വേണ്ടിയാണോ താങ്കൾ ഈ ദ്വാരമുണ്ടാക്കിയത്, ഈ കപ്പൽ കേടുവരുത്തിയത്? ലഖദ് ജിത ശൈഅൻ നിമ്മാ, വലിയ ഗുരുതരമായ പാതകമാണ് താങ്കൾ ചെയ്തത്. ഇത് പറഞ്ഞപ്പം ഗുരു ചോദിച്ചു, ഖാല,
ഖാല അദ്ദേഹം പറയാണ് അലം ഖുൽ ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റ അതല്ലേ മൂസ ഞാൻ തന്നോട് പറഞ്ഞത് ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റ എന്റെ കൂടെ ക്ഷമിച്ചുകൊണ്ട് യാത്ര തുടരാൻ നിനക്ക് സാധ്യമല്ലെന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് അതല്ലേ എന്ന് ഓർമ്മപ്പെടുത്തിയപ്പോൾ ഖാല മൂസാ നബി പറഞ്ഞു ലാ തുആഖിദ്നി ബിമാ നസീതു വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ മറന്ന് സംഭവിച്ചു പോയതാണ് അതിന്റെ പേരിൽ ശിക്ഷനെ ശിക്ഷിക്കല്ലേ വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ പ്രയാസപ്പെടുത്തുന്ന ഒന്നും എന്റെ മേൽ നിർബന്ധിക്കല്ലേ ക്ഷമാപണം നടത്തി അങ്ങനെ രണ്ടുപേരും പോയി യാത്ര തുടരുകയാണ് കപ്പലിൽ നിന്നിറങ്ങി വീണ്ടും യാത്ര തുടരുകയാണ് ആ സമയത്തിന്റെ മൈതാനത്ത് ഒരു ബാലൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗുലാം എന്ന് പറഞ്ഞാൽ മീശ അങ്ങനെ കിളിർന്നു വരുന്ന ആ പ്രായത്തിലുള്ള ഒരു കുട്ടി ഉടനെ പിടിച്ച് ആ കുട്ടിയെ വധിച്ചു കളയുകയാണ് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കിടയിൽ നിഷ്കളങ്കനെന്ന് തോന്നുന്ന ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് വധിച്ചു കളയുകയാണ് ആ സമയത്തും ക്ഷമിച്ചു നിൽക്കാൻ മൂസാ നബിക്ക് കഴിഞ്ഞില്ല ഉടനെ ചോദിക്കുകയാണ് വിശുദ്ധനായ ഒരു നഫ്സിനെ താങ്കൾ ഒരു കുഞ്ഞിനെ വധിക്കുകയോ അവൻ പാതകിയല്ല മറ്റൊരാളെ വധിച്ചിട്ടുമില്ല മഹാപാപമാണ് താങ്കൾ ചെയ്തത് വെറുക്കപ്പെട്ട ഒരു കാര്യമാണ് താങ്കൾ ചെയ്തത് രണ്ടാമത് സംഭവിച്ചല്ലേ അതിരാത്തത് അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നല്ലേ ചോദ്യം ചെയ്തു ഖാല ആ സമയത്ത് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു അലം അഖുൽ ലക താങ്കളോടല്ലേ ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞത് എന്താണ് ഖാല അലം അഖുൽ ഇന്നക എന്നാണ് ആദ്യത്തെ സംഭവത്തിൽ രണ്ടാമത്തിൽ വന്നപ്പോൾ ലക കൂടി ഖാല അലം അഖുൽ ലക താങ്കളോടല്ലയോ ഞാൻ പറഞ്ഞത് ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ എന്റെ കൂടെ ക്ഷമിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ സാധ്യമല്ലെന്ന് താങ്കളോടല്ലേ ഞാൻ പറഞ്ഞത് അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഖാല ഇൻ സഅൽതുക അൻ ഷൈഇൻ ബഅദഹ ഫലാ തുസാഹിബിനി ഇനി വല്ലതും ഞാൻ ചോദിക്കുകയാണെങ്കിൽ താങ്കൾ എന്നെ കൂട്ടേണ്ടതില്ല ഖദ് ബലഗത മിൻ ലദുന്നി ഉദ്റ ന്യായമായ ഒരു കാരണം താങ്കൾ എന്നിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ ഇനി നമുക്ക് ഇനി ഞാൻ ചോദിക്കൂല ഇനി ചോദിച്ചാലോ ഇനി താങ്കളുടെ കൂടെ കൂട്ടും വേണ്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയേണ്ടില്ലായിരുന്നല്ലോ കാരണം ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടെ കൂടാൻ പറ്റില്ലല്ലോ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പിന്നെയും ചോദിക്കാം പിന്നെയും ക്ഷമാപണം നടത്തിയാൽ മതി ഒരുപാട് ഇൽമ് അദൃശ്യ ജ്ഞാനങ്ങൾ ആന്തരികമായ അറിവുകൾ നമുക്ക് ഇനിയും കിട്ടുമായിരുന്നല്ലോ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതായാലും പിന്നെയും അവർ യാത്ര പുറപ്പെടുകയാണ് ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ അവിടെ ആ നാട്ടുകാരോട് ഭക്ഷണം ആവശ്യപ്പെട്ട് വിശക്കുന്നുണ്ട് ക്ഷീണുണ്ട് ഭക്ഷണം ആവശ്യപ്പെട്ടു ആതിഥ്യം അവർ നിരാകരിച്ചു അവർ സന്നദ്ധമായില്ല ഭക്ഷണം കൊടുക്കാൻ തയ്യാറായില്ല അതിഥിയായിട്ട് സ്വീകരിക്കാൻ തയ്യാറായില്ല ഈ അതിഥികളെ മാനിക്കണം എന്നുള്ളതും അതിഥികൾക്ക് ഭക്ഷണം നൽകണം എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പരിശുദ്ധ ഇസ്ലാമില് അതിനവർ തയ്യാറായില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ക്ഷീണിച്ചവശരായിട്ടൊരു ഭാഗത്തിരിക്കുമ്പോഴാണ് അവിടെ ഒരു മതിലിങ്ങനെ കണ്ടു ആ മതിലിന്റെ അവസ്ഥ എന്താണ് അതിങ്ങനെ വീഴാനടുത്തിരിക്കുകയാണ് ഉടനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും കൂട്ടിക്കാണ്ട് മഹാനായ ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം ആ മതിൽ പോയിട്ട് നേരെയാക്കി ഏത് ആതിഥ്യം സ്വീകരിക്കാത്ത ഭക്ഷണം തരാത്ത നാട്ടുകാരിലെ ഏതോ ഒരാളുടെ മതിൽ പോയിട്ട് നേരാക്കി കൊടുക്കുകയാണ് ഇത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഖിദ്റെ താങ്കൾ വിചാരിച്ചിരുന്നെങ്കിൽ അതിനവരുടെ പൈസ വാങ്ങിച്ചൂടെ നമുക്ക് ഭക്ഷണം തരാത്ത ആൾക്കാരല്ലേ അവരുടെ അടുത്ത് നിന്ന് കൂലി വാങ്ങിച്ചൂടെ വലിയൊരു പണിയല്ലേ നമ്മൾ എടുത്തു കൊടുത്തത് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു മൂന്നാമതും ചോദിച്ചിട്ടോ എല്ലാം മറന്നു ചോദിച്ചപ്പോ ഇനി മുന്നോട്ടില്ല ഇത് വേർപാടാണ് നമ്മൾ പിരിയാൻ പോവുകയാണ് ഇനി താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത സംഭവം ഞാൻ വിശദീകരിച്ചു തരാം അതിന്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ഈ 3 ബാഹ്യജ്ഞാനങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ബാഹ്യമായ സംഭവങ്ങളുടെ വശങ്ങളെ സംബന്ധിച്ചുള്ള ആന്തരികമായ അതിന്റെ ജ്ഞാനവും വിശദീകരണവും പിന്നീട് ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ് അത് അള്ളാഹു തൗഫീഖ് ആണെങ്കിൽ അടുത്ത ആഴ്ചകളിൽ നമുക്ക് പറയാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.